നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. നല്ലവരെയല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മളും അതുപോലെയാണ്. ഒരു കടയിലേക്ക് ചെന്ന് സാധനം വാങ്ങുമ്പോൾ ചീഞ്ഞത് നമ്മൾ എടുക്കാറില്ല, കേടുവന്നത് നമ്മൾ എടുക്കാറില്ല. അതേ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ നല്ലതല്ലേ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളൂ. അതുപോലെ വസ്ത്രം വാങ്ങാൻ ചെല്ലുമ്പോൾ കീറിയത് നമ്മൾ എടുക്കാറില്ലല്ലോ. തുന്നിന് വല്ല കേടുമുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ലല്ലോ. സ്റ്റിച്ചിന് നല്ല കേടുമുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ലല്ലോ. നല്ല വസ്ത്രമല്ലേ നമ്മൾ എടുക്കാറുള്ളൂ. ഒരു മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ നല്ല മൊബൈലല്ലേ നമ്മൾ അന്വേഷിക്കാറുള്ളൂ. ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നല്ല വാഹനമല്ലേ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കാറുള്ളൂ. എല്ലാം നല്ലതേ നമ്മൾ എടുക്കാറുള്ളൂ. എന്നാൽ വാങ്ങുന്നതെല്ലാം നല്ലതാവണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. എന്നാൽ നമ്മൾ നല്ലവരാണോ? നമ്മൾ നന്നായിട്ടുണ്ടോ? അല്ലാഹു തആല അവന്റെ പടപ്പുകളിൽ ആരെ സ്വീകരിക്കണോ, ആരെ ഏറ്റെടുക്കണമെന്ന് നോക്കുമ്പോൾ നമ്മൾ കടയിൽ ചെന്ന് നല്ല സാധനം തിരയുന്നത് പോലെ നല്ലവരെ അല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ. നമ്മളുടെയും സ്വഭാവം അങ്ങനെയാണ്. നല്ലതല്ലാത്ത സാധനങ്ങൾ നമ്മൾ എടുക്കാറില്ല. കേടുവന്ന സാധനമാണ് എന്ന് തിരിഞ്ഞാൽ വീട്ടിൽ നിന്ന് അപ്പം തന്നെ കടയിലേക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ കടക്കാരനോട് ഒരുപക്ഷെ കയർത്ത് സംസാരിക്കാൻ വരെ സാധ്യതയുണ്ട്. എല്ലാം നല്ലതേ നമ്മൾ എടുക്കാറുള്ളൂ. എന്നാൽ നമ്മളെ സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, നാഥനായ അല്ലാഹുവാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നന്നാവേണ്ടതുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു തആല ഒരു കേടുമില്ലാത്ത ആളാണല്ലോ. അല്ലാഹുവിൽ ഒരു നുഖ്സാനുമില്ല, ഒരു പോരായ്മയുമില്ല, ഒരു വേണ്ടാത്തതുമില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. നല്ലതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നെയും നിങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നന്നാവണം. അതുകൊണ്ടാണല്ലോ മുർസലീങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ച അതേപോലത്തെ ഒരു സംഭവം നമ്മളോടും അല്ലാഹു കൽപ്പിക്കുന്നത് കാണാം. യാ അയ്യുഹർ റസൂൽ, അല്ലാഹു തആല മുർസലീങ്ങളോട്, പ്രവാചകന്മാരോട് കൽപ്പിച്ചൊരു കൽപ്പനയാണ്. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. അതേ ഒരു തെറ്റുമില്ലാത്ത മഅ്സൂമീങ്ങളായ പ്രവാചകന്മാരോട് അല്ലാഹുവിന്റെ വലിയ കൽപ്പനയാണ്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാ. അതേ നിങ്ങളെ നല്ലതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹലാലായ സംഗതികൾ തന്നെ എല്ലാം നമ്മൾ കഴിക്കണമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഹലാലാണെങ്കിൽ തന്നെ അതിൽ ത്വയ്യിബായ നല്ലതല്ലാത്ത വിഷയങ്ങളെ നമ്മൾ പൂജിക്കാൻ പാടില്ല. അത് അല്ലാഹു തആല പ്രവാചകന്മാരോട് പറഞ്ഞ കൽപ്പനയാണെങ്കിൽ അതേപോലൊരു കൽപ്പന അതാ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും.
പ്രവാചകന്മാരോടും പറഞ്ഞു നല്ലതേ ഭക്ഷിക്കാവൂ. അതേപോലെ മുഅ്മിനീങ്ങളായ സാധാരണക്കാരായ നമ്മളോടും അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മനസ്സിന്റെ ഉള്ളിൽ ഈമാനുള്ളവരെ, കുലൂ മിൻ ത്വയ്യിബാത്ത്, നല്ലതേ ഭക്ഷിക്കാവൂ. നല്ലതിൽ നിന്നല്ലേ നല്ലത് മുളക്കുകയുള്ളൂ. കേടുള്ള സാധനത്തിൽ നിന്ന് നല്ലത് മുളച്ചു പൊന്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മളുടെ വാക്കുകൾ നന്നാവുന്നത്, നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നാവുന്നത്, നമ്മളുടെ ചിന്തകൾ നന്നാവുന്നത്. അതാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പിന്നെ പറയുകയാണ്, ثم ذكر الرجل يطيل السفر أشغث أغبرا يمد يديه إلى السماء. ചില ആളുകളുണ്ട്, അവരെ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, യാ റബ്ബി യാ അല്ലാഹ്, അല്ലാഹനെ വിളിച്ച് അവരതാ വല്ലാതെ ദുആ ചെയ്യുന്നു. വലിയ ദുആ നടത്തും. സുബ്ഹാനല്ലാഹ്. ഏത് നേരവും കാണുന്നവർക്ക് മുഴുവനും ദുആ ചെയ്തു കൊടുക്കും. എല്ലാ ആളുകൾക്കും ഒരു ദുആ ചെയ്തു കൊടുക്കും. പക്ഷേ ആ ആളുകളുടെ ദുആഇനെ പലപ്പോഴും അസറ് കാണുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? ومطعمه حرام ومشربه حرام وملبسه حرام فأنى يستجاب لذلك. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ്, അതുപോലെ കുടിക്കുന്നത് ഹറാമാണ്, വസ്ത്രം ധരിക്കുന്നത് ഹറാമായ വസ്ത്രമാണ്, എല്ലാം ഹറാമിൽ നിന്നാണ്. ഫഅല്ലാ യുസ്തജാബ്, ആ ആളുകൾക്ക് പിന്നെ എങ്ങനെ ഉത്തരം ലഭിക്കാനാ? അതുകൊണ്ട് ഹലാലായ നല്ല കാര്യങ്ങൾ അത് മാത്രം ഉപയോഗിക്കുന്ന, അത് മാത്രം ഭക്ഷിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴാണ് അല്ലാഹു നമ്മളുടെ ദുആഇന് ഇജാബത്ത് തരുന്നത്, അല്ലാഹു നമ്മളെ സ്വീകരിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നല്ലവനാണ്, നല്ലതല്ലാതെ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കുന്ന നല്ല അടിമകളില് ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്.